പക്ഷെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ കെട്ടിച്ചമച്ചിരിക്കുകയാണ് ഈ റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ബോംബെയിൽ ഞങ്ങൾ ഉസ്താദുമാര് പോയി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് വളരെ വ്യക്തമായിട്ട് ബോംബെയിലുള്ള ആ നിങ്ങളുടെ അടുത്തുള്ള ക്യാമറ, നിങ്ങൾ അതാണ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ അടുത്തുള്ള ക്യാമറ പ്രദർശിപ്പിക്കാനും അതിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിക്കാനും നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. എന്തിനേറെ പറയുന്നു, ഈ ജാലിയാവാലയല്ല കാന്തപുരത്തിന് കൊടുത്തിട്ടുള്ളത് എന്ന് പോലും ഞങ്ങൾ തെളിയിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ ജാലിയാവാലിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അവസാനമല്ലേ നിങ്ങൾ ജാലിയാവാലന്റെ പേര് പറഞ്ഞത്? നിങ്ങൾക്ക് ഈ മുടി എവിടെ നിന്ന് കിട്ടി എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. മംഗലാപുരത്തുകാരനായിരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഈ മുടി കിട്ടിയത്. അതിന്റെ തുടക്കം അന്വേഷിച്ചു ഞങ്ങൾ പോകുമെന്ന് കണ്ടപ്പോഴാണ് നിങ്ങളെ പകര അഹ്സനി പറഞ്ഞിട്ടുള്ളത് കാന്തപുരത്തിന്റെ ശൈഖായിരിക്കുന്ന ജാലിയാവാലയിൽ നിന്ന് കിട്ടി, ജാലിയാവാല അദ്ദേഹത്തിന്റെ മുരീദായിരിക്കുന്ന കാന്തപുരത്തിന് നൽകിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തെ, ഇതൊന്നും ഇവിടെ ഒരു വാദമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ നിങ്ങളടുത്ത് ഖുർആനിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിലുള്ള ആധികാരികമായിട്ടുള്ള വല്ല തെളിവും ഹാജരാക്കാനുണ്ടോ എന്നുള്ളതാ. അതാണ് നമുക്കറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കത്തുകയില്ല. രണ്ടാമത്തത് അതിന് നിഴലുണ്ടാവുകയില്ല. അത് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ കേരളത്തിലെ സമൂഹത്തിൽ ഇന്ന് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നം തീർക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു അവസാനം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് വെച്ച് പത്രമാധ്യമക്കാരുടെ മുന്നിൽ മധ്യസ്ഥന്മാർ മുഖേന ഇതിനെ നിഴല് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലയോ? എന്താ നിങ്ങൾക്ക് ഇത്ര പേടി? എന്താണ് പേടി? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. നിങ്ങളുടെ ഉസ്താദുമാര് നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങൾ അതറിയുന്നില്ല. അഹ്സനിയും അതുപോലെ തന്നെ പത്രപ്പിരിയും വഹാബിയും ഒക്കെ പറഞ്ഞു പറ്റിട്ട് നിങ്ങൾ അവരോട് ചോദിക്കൂ, എന്താ ഉസ്താദെ നമുക്ക് കോഴിക്കോട് നിന്ന് നോക്കിയാൽ എന്തേ പ്രശ്നം എന്തെങ്കിലും എന്താ ഒന്ന് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. അപ്പൊ അവർ പറയും ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, അതിനെ നേല് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പത്രക്കാരുടെ മുന്നിൽ വന്നുകൊണ്ട് ഇതിനെ തെളിയിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എല്ലാം ഇത് നമ്മുടെ പ്രശ്നമാണ്, തീരല്ലോ. വെറും 2 മിനിറ്റിന്റെ പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നത്, ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് മൈക്കിൽ വരുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, ഇനി പറഞ്ഞു തീരാൻ ആവശ്യമില്ല, മാന്യത കാണിക്കാവോ? അല്ലെങ്കിൽ പറയണ SK പുകഴ്ത്തി പറയുന്നവർക്ക് മാത്രം മൈക്കുന്നു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇന്നലെ നിങ്ങളെ റൂമിൽ വന്നതാ. എന്താണ് അവിടെ സംഭവിച്ചിരുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു വാക്ക് നിങ്ങൾ സംസാരിക്കാൻ ഇന്നലെ ഞങ്ങളെ സമ്മതിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ. ഞങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബുദാബി വളരെ നിഷ്പക്ഷമായിട്ടല്ല സംസാരിച്ചത്. കാരണം അബുദാബിക്ക് ഒരുപാട് സമയം തന്നു വിശദീകരിക്കാൻ. ഇവിടെ അബുദാബിയുടെ സംശയം, ആദ്യത്തെ ഒരു സംശയം ഖസ്റജിയുടെ കയ്യിൽ വിശ്വസിച്ചു. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ മർക്കസിൽ ആദ്യത്തെ മുടി വരുമ്പോൾ അതിന്റെ കൃത്യമായ എണ്ണം പോലും കാന്തപുരം പറഞ്ഞിരുന്നില്ല. ചിലപ്പോൾ പറയും 1 മുടിയെന്ന്, ചിലപ്പോൾ 2, മറ്റു ചിലപ്പോൾ 3. ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ ആ മുടിയിൽ സംശയം തോന്നിയിരുന്നു. ആ അവസരത്തിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ അതിൽ സനദ് ചോദിച്ചപ്പോൾ അന്ന് സനദ് പറയുകയോ അതല്ലെങ്കിൽ തെളിവ് പറയുകയോ ചെയ്തിരുന്നില്ല. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുടിയുണ്ട് എന്നതുപോലെ അബുദാബിയിലും 1 മുടിയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, 1 മുടിയുണ്ട്. അത് റബീഉൽ അവ്വലിനും റമളാനിലും അവിടെ പ്രദർശിപ്പിച്ചു
ബർക്കത്തെടുക്കുന്നു എന്ന് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതും ശ്രദ്ധിക്കണം. അവിടെ അബൂദാബിയിൽ അത് പ്രദർശിപ്പിക്കുകയും ആളുകൾ ബർക്കത്തെടുക്കുകയും ചെയ്യുന്നു എന്നും രേഖകൾ സൂചിപ്പിക്കുന്നു. ഇതാണ് അന്ന് പറഞ്ഞത്. ഇവിടെ ഒരു വസ്തുത കൂടി നാം ചരിത്രത്തിലേക്ക് പോയി അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ മരണശേഷം കേവലം ശരിയായ സനദിലൂടെ ഒരു മുടി കിട്ടിയിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാ സമ്പത്തും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ പുണ്യം അതായിരുന്നു. ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം 50 വർഷം കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ആ ചരിത്ര പുസ്തകം പറയുന്നത്, അങ്ങനെയെങ്കിൽ 700 വർഷം കഴിഞ്ഞിട്ടാണ് ആ ചരിത്ര പുസ്തകം എഴുതുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നാം എന്താണ് പറയുക? അതിനും ശേഷം 1000 കടവ് ഉസ്താദ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു മുടിയല്ല, അവിടെ കെട്ടുകണക്കിന് മുടികളാണെന്ന് മനസ്സിലായത്. ഇതാണ് സംഭവിച്ചത്. നമുക്കറിയാം, അന്ന് പ്രസംഗിച്ച കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലുണ്ടെങ്കിൽ എന്തു തന്നെ ലഭിച്ചാലും അത് വിട്ടുകൊടുക്കാൻ ആ കേന്ദ്രം തയ്യാറാവുകയില്ല എന്നും ആ സമയത്ത് പ്രസംഗിച്ചിരുന്നു. അങ്ങനെ ഇപ്പോ ഈ അബുദാബി തന്നെ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരു മുടിയുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുമോ? യഥാർത്ഥ സനദോടെ കിട്ടിയ മുടിയാണെങ്കിൽ. അവിടെയാണ് സംശയങ്ങൾ ഉദിക്കുന്നത്. ഇങ്ങനെ സംശയിച്ചപ്പോഴാണ് പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഹക്കീം തന്നെ കണ്ടിട്ടുണ്ട് അവിടെ 2 കെട്ട് മുടി, അതും 1400 വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് ബോധ്യപ്പെട്ടു ഈ ഖസർജിയുടെ കയ്യിലുള്ളത് യഥാർത്ഥ തിരുശേഷിപ്പല്ല എന്ന്. അതുകൊണ്ട് തന്നെ അത് മാറ്റി പറഞ്ഞതും. ഇവിടെ ഒരു മുടി എ സ്റ്റേജിലിരുത്തിക്കൊണ്ട് നിങ്ങളുടെ നേതാവ് പ്രസംഗിക്കുകയാണ്, തലയിൽ നിന്നൊരു മുടി, താടിയിൽ നിന്നൊരു മുടി, കയ്യിൽ നിന്നൊരു മുടി. ഇതൊക്കെ ഏതടിസ്ഥാനത്തിലാണ് പ്രസംഗിച്ചത്? ഇതൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലേ? ഇതൊന്നും ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിരുന്നില്ലേ? അതുപോലെ ബറക്കാത്തി സയ്യിദാത്തിങ്ങളിൽ നിന്ന് നേരിട്ട് കിട്ടിയത് ഇത് പറഞ്ഞതാരാണ്? AP അബൂബക്കർ മൗലവി. അതിപ്പോ മാറ്റി പറയേണ്ട അവസ്ഥയല്ലേ വന്നത്? ജാലിയാവാല ബറക്കാത്തി സാദാത്തി അല്ല. ഇങ്ങനെ നിരന്തരം മാറ്റി പറയുന്നതാണ് നിങ്ങൾ. മറ്റൊരു ആരോപണം, ഇത് ലബനാനി പെണ്ണിന്റെ മുടിയാണ്, അതല്ലെങ്കിൽ ബാർബർ ഷാപ്പിൽ നിന്ന് എടുത്തതാണ്, അതല്ലെങ്കിൽ മറ്റാരുടേതോ ആണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. ആ സംശയങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, അത് ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. നൂർ ഫൈസി ഉസ്താദ് കൂടുതൽ ഇതുമായി പറയും. അതെ, നൂർ ഫൈസി ഉസ്താദ് അവിടെ ഉണ്ടോ? നൂർ ഫൈസി ഉസ്താദ് മൈക്ക് എടുക്കുന്നത് കാണില്ല. ഉസ്താദ് മൈക്ക് ചോദിച്ചിരുന്നു. ഉസ്താദില്ലേ? ഹലോ. ഇനി പിന്നെ ബാപ്പാലി ഓനം എന്ന ആളാണ് ഇനി മൈക്ക് എടുക്കേണ്ടത്. പെട്ടെന്ന് ചോദിക്കുക. കാരണം ആളുകൾക്ക് എല്ലാവർക്കും മാക്സിമം അവസരം നമുക്ക് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ചോദിക്കുക. പിന്നെ ആദ്യ അയാളെ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അയാൾ പോവുകയും ചെയ്തു. അയാൾ പറഞ്ഞു ഷറഫാക്കപ്പെട്ട ആളുകൾക്കേ കിട്ടൂ എന്ന് പറഞ്ഞു, പിന്നെ ഷറഫാക്കപ്പെടാത്തവർക്കും കിട്ടൂ എന്ന് പറഞ്ഞു. ഷറഫാക്കപ്പെട്ട മാർഗത്തിലൂടെ ഒരാൾക്കൊരു കേശം കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഷറഫാക്കപ്പെട്ട ആളായിരിക്കുന്ന.
ഇത് പിന്നെ കട്ടുകൊടുന്നാലും ആക്രമിച്ചു കൊണ്ടുപോയി കൊടുന്നാലും ഒന്നും അത് ഷറഫായ മാർഗത്തിലൂടെ അല്ല കിട്ടുക, അത് ആർക്കും കിട്ടാനും ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ മാത്രമാണ് അവിടെ അസൻ സക്കാഫി മറ്റുള്ള ആളുകൾ അത് രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബാപ്പാലി പോനം, അത് കഴിഞ്ഞ് സിറാജ് മുഹമ്മദ്, KM അങ്ങനെ വരുന്ന ആളുകൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് റൈസ് ഹാൻഡ് ചെയ്യാം. പരമാവധി നമ്മുടെ സമയത്തിനുള്ളിൽ എല്ലാവർക്കും പെട്ടെന്ന് ചോദിക്കാം, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് മറുപടി പറയുന്നതുമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹലോ, നേരത്തെ കേൾവിക്കാരൻ ഉസ്താദ് ഉണ്ടായിരുന്നു, അയാൾക്ക് ചെവിന്നെ കേൾക്കൂലാന്ന് തോന്നുന്നുണ്ട്. കാരണം എത്ര പറഞ്ഞിട്ട് അയാൾ മൈക്ക ചാടി 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 അവസാനം അയാൾക്ക് ഡോക്ടറിന്റെ വന്നു. നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞ അയാൾ ID മൈക്ക ചാടരുത് എന്ന്, പിന്നെ കേൾവിക്കാരൻ നമ്മൾ അയാളോട് മൈക്ക ചാടരുത് എന്ന് എത്ര പറഞ്ഞാലും കേൾവിക്കാരൻ എന്നുള്ള പേരുണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് കേൾവി കമ്മിയായിട്ടുള്ളത് കൊണ്ട് അയാൾ ഇനി കേൾവി അതോടെ പിന്നെ അതുപോലെ നിങ്ങൾ ഇങ്ങനെ വെറുതെ മൈക്ക ചാടിക്കാണ്ട് നമ്മളെ സമയം വെറുതെ കളയരുത്. കണ്ടമാനം ആളുകൾക്ക് അനവധി സംശയങ്ങളുണ്ട്. നമ്മൾ ഉസ്താദുമാരൊക്കെ മറുപടി അറിയിക്കും. അത് വിചാരിച്ചിട്ട് ഓരോരുത്തരും മൈക്കെടുത്ത് ബാപ്പാലി പോനം അവിടെ ഉണ്ടോ? ബാപ്പാലി പോനം അവിടെ ഉണ്ടോ? ബാപ്പാലി പോനം അവിടെ എല്ലാം തോന്നുന്നുണ്ട്. അപ്പൊ അടുത്ത KM ജാഗ്രജത്ത് ഉണ്ടോ? KM ജാഗ്രജത്ത് ഉണ്ടോ? KM ജാഗ്രജത്ത് മൈക്കെടുക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുസമദ് ഇല്ലല്ലോ. ബഷീർ സാഹിബായിരുന്നു മൈക്ക് എടുക്കണ്ടേ? ബഷീർ കൊടുവള്ളി സാഹിബ്. ബഷീർ സാഹിബ് മൈക്കിൽ വരണോ? നമ്മൾ ബഷീർ സാഹിബ് മൈക്കിൽ വരുമോ? ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ DC ആയി പോയി എന്ന് തോന്നുന്നു എന്റെ ഇടയിൽ മൈക്ക് എടുത്തപ്പോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ 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 ഏതായാലും ഞാൻ ആദ്യമായിട്ട് ഓപ്പൺ ഫോറത്തിൽ ഉണ്ടെന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഈ ID കാണുന്ന പോലെ തന്നെ ബഷീർ, കൊടുവള്ളി നിയോജക മണ്ഡലത്തില് മടവൂർ പഞ്ചായത്തില് ഉദ്യോഗപ്രായം എന്ന സ്ഥലത്താണ് എന്റെ വീട്. അപ്പൊ ഞാനല്ലേ ആദ്യമായിട്ട് മൈക്കെടുത്ത് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന SKSSFന്റെ പ്രവർത്തകർക്കും റഹ്മാനായ റബ്ബിനും എല്ലാവർക്കും വളരെയധികം സ്തുതി. അതുപോലെ ഈ മുടിയെ കുറിച്ച് ഞാൻ യുക്തിപരമായിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സംസാരിച്ചിട്ട് ഞാൻ മൈക്ക് റിലീസ്. യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. കാരണം ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഒരു അവസാന കാലഘട്ടത്തിലേക്ക് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകള് മനസ്സിലാക്കിയിട്ട് ഈ നമ്മളുണ്ടല്ലോ തീർച്ചയായിട്ടും പിന്നെ ഈ കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് തിന്നിക്കാന്നൊക്കെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകള് അദ്ദേഹത്തിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ഒരു രംഗമാണ് കേരളത്തിൽ കാണുന്നത് എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. കാരണം ഇത് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് വളരെ അർത്ഥവത്തായ കാര്യത്തില് വളരെ ഹദീസ്പരമായിട്ടും അല്ലാത്ത കാര്യത്തിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുള്ള ഒരു വേദിയിൽ യുക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് തന്നെ മുതലെടുക്കണം, അല്ലെങ്കിൽ അത് ആ എപിയുടെ ആ ഒരു ലേബലിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും സമ്പത്ത് വാരിക്കൂട്ടണം